ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് പി.സിയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി.സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒത്തിരി പേര് കുറച്ച് ഡൗട്ട്സ് വിളിച്ച് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യുക. അതായത് RRB ഗ്രൂപ്പ് DA കുറിച്ചുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡൗട്ട്സുകൾ ചോദിച്ചു. അതൊന്ന് ക്ലിയർ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ എക്സാം സ്ട്രാറ്റജീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിന് ശേഷം അപ്ലോഡ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഓക്കെ അതും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ RRB ഗ്രൂപ്പ് ഡി എക്സാം എപ്പോൾ നടക്കും എന്നതിനെ പറ്റി ചെറിയൊരു ഒരു ഫേക്ക് ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആണ് പലർക്കും ഡൗട്ട്സ് വന്നത്. അതിനെപ്പറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക, ഈ വീഡിയോ എത്തിക്കുക, എല്ലാ വീഡിയോസും എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്വേഷിക്കാവുന്നതാണ്, വിളിച്ചു ചോദിക്കുക. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. ഓക്കെ, ഈ നമ്പറിൽ 77 36 75 0473 എന്ന് പറയുന്ന ഈ നമ്പറാണ് വാട്സപ്പ്. ഇതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്കിപ്പോൾ ഇവിടെ ഓൺ ആയിരിക്കുന്ന കോഴ്സുകൾ RRB ടീച്ചറിന്റെ കോഴ്സ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അഡ്മിഷൻ പ്രോസസ് നടക്കുന്നു, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 599 രൂപയാണ്. ഓക്കെ, 599 ആണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. അതായത് എല്ലാ കോഴ്സുകളും ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് പ്ലസ് മെറ്റീരിയൽ, ഫുൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ PYQ അനാലിസിസ്, പിന്നെ എക്സാംസ്. ഓക്കെ, പലതരത്തിലുള്ള എക്സാംസും ഉണ്ടായിരിക്കും. ഇതാണ് എല്ലാ കോഴ്സിന്റെ പ്രത്യേകത. അതിൽ RRB ടീച്ചറിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. കോഴ്സ് ഫീ 599 ആണ് ലാസ്റ്റ് ബാച്ചിന്റെ. ഇനി HSA നാച്ചുറൽ സയൻസിന്റെ അഡ്മിഷൻ ക്ലോസ് ആയിട്ട് നടക്കുന്നു. അതും 50% ഓഫർ തന്നെയാണ്. എല്ലാ കോഴ്സിനും 50% ഓഫർ ഉണ്ട്. 999 ആണ്. LPUP ലോങ് ടേം അഡ്മിഷൻ നടക്കുന്നുണ്ട്. HSA ജനറൽ സയൻസിന്റെ ബാച്ചും അഡ്മിഷൻ നടക്കുന്നുണ്ട്. LPUP ലോങ് ടേം തികച്ചും സൗജന്യമാണ്. ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രം 299 അടച്ചാൽ മതി. HSA ജനറൽ ബാച്ച് 499 ആണ് അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. 50% ഓഫർ പ്രകാരമാണ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ ഞാൻ മുകളിൽ പറഞ്ഞ വാട്സപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, RRB ടീച്ചറിന്റെ അഡ്മിഷൻ ഇനി 1-2 ദിവസമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതോടുകൂടി ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള അഡ്മിഷനും ഓൺഗോയിങ് ആണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം RRB ഗ്രൂപ്പ് ഡി എക്സാം വിളിച്ചത് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങിയത് 23 ജനുവരി 2025 മുതലാണ്. ഓക്കെ, പലതവണ എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് പ്രകാരം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 1 ആയിരുന്നു. ഓക്കെ, മാർച്ച് 1 2025 ആയിരുന്നു. 3-ാം തീയതി വരെ ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 4 മുതൽ 13-ാം തീയതി വരെ, അതായത് ഇന്നിപ്പോ 11 ഉള്ളൂ, 13-ാം തീയതി വരെ നിങ്ങൾക്ക് അതിന്റെ കറക്ഷൻ ചെയ്യാനുള്ള ഒരു ടൈം തന്നിരിക്കുകയാണ് അല്ലേ. അതായത് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള ടൈം തന്നിരിക്കുകയാണ്. അത് വെച്ച് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി ജൂണിൽ എക്സാം നടക്കുകയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ജൂണിൽ എക്സാം നടക്കത്തില്ല. അതൊരു ഫേക്ക് ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത്. അതായത് ഇതായിരുന്നു ആ വാർത്ത: 12 ജൂൺ 2025 ടു ഓഗസ്റ്റ് 5 2025 വരെ എക്സാം നടക്കും എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ലെവൽ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിയുടെ. അപ്പോൾ എന്തായാലും നടക്കത്തില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. കാരണം അത് ഫേക്ക് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വാർത്തയിൽ 3/3/2025 ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷനിൽ അതിന്റെ ചെയർപേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒപ്പോ സെയിലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ അതിനൊരു വൈറൽ ആയിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഡേറ്റിൽ എക്സാം ഒന്നും ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മന്ത്, ഒരു 90 മുതൽ 100 ദിവസം വരെ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുള്ള ഒരു ടൈം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് നിർത്തിവെക്കുക, തുടരുക. ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക. കാരണം ഒരിക്കലും അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. കാരണം ഈ പറയുന്ന ഡേറ്റ്സിലൊക്കെ ഒരുപാട് എക്സാംസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ CRPFന്റെ എക്സാംസ് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മാർച്ച് 2, 3, 4, 5, 6, 7 തീയതികളിൽ തൊട്ട് മാർച്ച് 18 വരെ എക്സാംസ് നീണ്ടു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
പിന്നും വേറെ കുറെ എക്സാംസുകൾ അവർ ഡേറ്റ് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഓഫ് എക്സാംസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടെക്നീഷ്യൻസ്, സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, ജെഇ എക്സാംസ്, പാരാമെഡിക്കൽ എക്സാംസ്, പിന്നെ നോൺ ടെക്നിക്കൽ NDPC ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും മെയ് ജൂൺ 2025 ഏപ്രിൽ മാർച്ച്. അപ്പൊ ഈ ഡേറ്റിലൊക്കെ പല എക്സാമുകളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് അവിടെ നടക്കാൻ പോകുന്നില്ല. തീർത്തും ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണ്. പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടില്ലാത്തവരാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുവാൻ തുടങ്ങിയവര് അതിശക്തമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രാറ്റജി, അതായത് എക്സാമിന് പഠിക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു സ്ട്രാറ്റജി ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ നിന്ന് അപ്ലോഡ് ആവുന്നുണ്ട്. അതായത് കഴിഞ്ഞ 2022 കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നും, പിന്നെ ഓരോ സബ്ജക്ട്സിനും, അതായത് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിൽ RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസിൽ ഓരോന്നിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അതായത് ഓരോ സബ്ജക്റ്റിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം എന്തൊക്കെ പഠിക്കാണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതായത് ജനറൽ സയൻസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. മാർക്ക് 25 ആണ്. ജനറൽ സയൻസിന് 25 ആണ്. അതുപോലെ തന്നെ മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസും ഉണ്ട്. റീസണിങ് കൂടെ ചേർത്തിട്ട് 30 മാർക്കിനാണ്. ജനറൽ അവയർനെസ്, അതായത് GK ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 30 മാർക്കുണ്ട്. ഓക്കെ, അപ്പം ഈ 20 മാർക്ക് കേട്ടോ. ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടെ 20 മാർക്ക്. അപ്പം 30, 20, 50, ഈ 50, അങ്ങനെ 50, 90, 100 മാർക്കിനാണല്ലോ നമ്മുടെ ഫസ്റ്റ് CBT എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 90 മിനിറ്റ് എക്സാമും കൂടെയാണ്. 1.5 മണിക്കൂർ എക്സാമിലാണ് 100 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മാത്സ് പഠിക്കുമ്പോൾ തന്നെ, മാത്സിന്റെ സെക്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഈ അരിത്തമെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സാധാരണ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ് ഏജ്, മറ്റേ അലിഗേഷൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനെ പോകുന്ന ഏരിയാസ്. അതുപോലെ തന്നെ അതിൽ തന്നെ അഡ്വാൻസ്ഡ് മാത്സ് ഉണ്ട്. അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അരിത്തമെറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സും ഉണ്ട്. അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ സിസ്റ്റംസ്, LCM, HCF, ആൽജിബ്ര, മെനുസറേഷൻ 2D 3D ഒക്കെ ചോദിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനെല്ലാം കൂടിയാണ് 25 മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ റീസണിങ് എന്ന് പറയുന്നത് അല്ലെ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിനാണ്. ആ റീസണിങ്ങിന്റെ ഏരിയയിൽ തന്നെ 2 രീതിയുണ്ട്. നോൺ വെർബലും ഉണ്ട്, വെർബലും ഉണ്ട്. നോൺ വെർബൽ ആയിട്ടുള്ള റീസണിങ് ഉണ്ട്, വെർബൽ ആയിട്ടുള്ള റീസണിങ് ഉണ്ട്. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ അനലോഗിയും, കോഡിങ്ങും, സീരീസും, സിലോജിസംസും, ബ്ലഡ് റിലേഷനും, വെൻ ഡയഗ്രാമും, പസിൽസും, ക്യൂബും, ഡൈസും, അങ്ങനെയൊക്കെ വരുന്ന ഏരിയാസ്. ഓക്കെ, നോൺ വെർബൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൗണ്ടിങ് ഫിഗേഴ്സ്, പേപ്പർ കട്ട്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, അങ്ങനെയൊക്കെ വരുന്നത്. അതിനെല്ലാം കൂടി ചേർത്താണ് 30 മാർക്ക്. പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ്സിൽ സ്റ്റാറ്റിക് GK ചോദിക്കും. പിന്നെ അതായത് ഹിസ്റ്ററി, ഏൻഷ്യന്റ് പഠിക്കണം, മിഡീവൽ, മോഡേൺ ഇന്ത്യ അങ്ങനെ പഠിക്കണം. ജിയോഗ്രഫിയിൽ വേൾഡിലെ ജിയോഗ്രഫി പഠിക്കണം, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ജനറൽ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ. പിന്നെ ജനറൽ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഇത്രയാണ് ജനറൽ സയൻസ്. അപ്പൊ അത് കൂടുതൽ പഠിക്കാനായിട്ട് 25 മാർക്കേ ഉള്ളെങ്കിലും ഇത് 30 മാർക്ക് ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇത് 25 മാർക്കിന് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ജനറൽ സയൻസ്, ഫിസിക്സ് കുറെ പഠിക്കാനുണ്ട്, കെമിസ്ട്രി, ബയോളജി, ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, അതായത് നമ്മുടെ NCERT ലെവലിലുള്ള 5 to 10 സ്റ്റാൻഡേർഡിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫുള്ള് പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് പഠിച്ചു തീർക്കേണ്ടത്, ഏത് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തീരാൻ പറ്റും, ഓരോന്നിനും എത്രത്തോളം ടൈം, എത്ര ദിവസം കൊടുത്ത് പഠിക്കണം, ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ഏരിയക്ക് ഇപ്പൊ ടൈം ആൻഡ് വർക്കിന് എത്ര മാർക്കാണ്, അതിന്റെ വെയിറ്റേജ് ഓഫ് ദ മാർക്ക്, അത് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ട്രാറ്റജി ഒന്ന് പറയുന്നുണ്ട്. ആ ഒരു ലെവലിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ വർഷം 65, 70, കഴിഞ്ഞ വർഷം 2022 70, 71 ഒക്കെ ആയിക്കോട്ടെ കട്ട് ഓഫ്. ഓക്കെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്കൊരു 80+ സ്കോർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതേ എന്നും പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഈ ജനറൽ സയൻസിന്റെ ഏരിയ കുറെ വായിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ.
കാരണം ഇപ്പൊ ആർട്സ് പഠിച്ചവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് വരും, പക്ഷെ നന്നായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ മറ്റ് PSCയുടെ എക്സാംസ് ഒക്കെ പഠിക്കുന്നതല്ലേ, അത് തന്നെയാണ് നമ്മുടെ NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ജനറൽ സയൻസ് ബാക്കിയെല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതെല്ലാം രീതിയിൽ പഠിക്കണം, എങ്ങനെ നമുക്ക് ഓരോന്നിന്റെ മാർക്ക് അല്ലെങ്കിൽ എത്ര ദിവസം കൊടുത്ത് പഠിക്കണം, വളരെ ചിട്ടയായിട്ട് 3 മാസം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തീർത്തിട്ട് നല്ല സ്കോർ അച്ചീവ് ചെയ്തുകൊണ്ട് ഈ ഒരു കടമ്പ കടക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. പിന്നെ ഇതിന്റെ സ്ട്രാറ്റജി, ഇതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും പെർസെന്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓരോ കാറ്റഗറിക്കുള്ള, അതായത് ഇപ്പം ജനറലിന് എത്രയാണ് കട്ട് ഓഫ്, SCക്ക് എത്രയാണ്, STക്ക് എത്രയാണ്, OBCക്ക് എത്രയാണ്, OECക്ക് എത്രയാണ്, ഇങ്ങനെയുള്ള കട്ട് ഓഫുകൾ ഓരോരുത്തർക്കും എത്ര പെർസെന്റേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് കടക്കാം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യമൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നെഗറ്റീവ് അടിച്ചിരിക്കരുത്. ഇതൊന്നും തെറ്റായിട്ടുള്ള വാർത്തകളാണ്, ഫേക്ക് ആണ്, പക്ഷെ വൈറലായിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് കണക്ക് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് റെയിൽവേയിൽ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, താഴെ സ്ക്രോൾ പോകുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസിലൂടെയും കാര്യങ്ങൾ അന്വേഷിക്കാവുന്ന, അഡ്മിഷനെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അതിനേക്കാളും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സാം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു 3 മാസത്തിനുള്ള എന്തായാലും എക്സാംസ് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കുകയും ചെയ്യരുത്. ഓക്കെ, ജയ് ഹിന്ദ്. താങ്ക് യു.